ഹലോ കൂട്ടുകാരെ, ഏവർക്കും JB ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ്. ഇന്നത്തെ വേക്കൻസിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്. അതിൽ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണാത്ത വേക്കൻസികളും അതിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ജോബിനെ കുറിച്ച് അറിയാനോ, ജോബ് അപ്ഡേറ്റ്സ്, അതായത് എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ജോലി പോസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ദയവായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും തരിക. കൂടാതെ തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ്ലി ഇനിയും ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസിയിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കൂട്ടുകാരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം. ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ക്യാഷ്യറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ്, മെയിൽ കാൻഡിഡേറ്റ്സിനില്ല. ലൊക്കേഷൻ ആണെങ്കിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ +2 ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. +2 മുകളിലോട്ടുള്ള ആർക്കാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദൂരത്തു നിന്നുള്ളവർക്കാണെങ്കിൽ ഫുഡും അക്കോമഡേഷനും ലഭിക്കുന്നതാണ്. ആ സൈഡിൽ തന്നെ ഉള്ളവർക്കാണെങ്കിൽ, ഈ കഴക്കൂട്ടം സൈഡിൽ തന്നെ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ സാലറി ആണെങ്കിൽ നെഗോഷ്യബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് എക്സാക്റ്റ് സാലറി പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ CV ഒക്കെ നോക്കിയിട്ടായിരിക്കും അവർ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കുക. അതിനുശേഷം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ കിച്ചൺ ഹെൽപ്പറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. കിച്ചൺ ഹെൽപ്പറും അതേപോലെ തന്നെ കിച്ചൺ സപ്പോർട്ടിൻ്റെയും വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ്. സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 20,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. ലൊക്കേഷൻ ആണെങ്കിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ പോത്തൻകോടിലേക്കാണ്. ഇതിലെ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അങ്ങനെ വേണമെന്നോ ഒന്നുമില്ല. ഇത് ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് അറിയാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ HDFC ബാങ്കിലേക്കാണ്. അതിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി. ഇതിൽ ഏജ് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സിന് താഴെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനില്ല, ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ വേക്കൻസി ഉള്ളൂ. ഇത് ട്രിവാൻഡ്രത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഈ വേക്കൻസി നിലവിലുണ്ട്. ഇപ്പം സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് 17,500 രൂപയ്ക്ക് മുകളിലാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. പിന്നെ PF-ഉം ESA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് കരമനയിലേക്കാണ്. കരമന ലൊക്കേഷനിലാണ്. അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു ഫിനാൻസിൻ്റെ കമ്പനിയിലേക്കാണ് കളക്ഷൻ എക്സിക്യൂട്ടീവിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടേക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി മാത്രമല്ല, ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസീസ് നിലവിലുണ്ട്. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്കാണ് കൂടുതൽ മുൻഗണന പറഞ്ഞിരിക്കുന്നത്, ഓഫീസ് സ്റ്റാഫുകൾക്ക് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സാലറി ആണെങ്കിൽ ഒരു 15,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. സമയമാണെങ്കിൽ രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 4:30 വരെയാണ് ഡ്യൂട്ടി ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് അറിയാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ പേഴ്സണൽ ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടാണ് ഈ വേക്കൻസി. ഇത് സാലറി ആണെങ്കിൽ ഒരു 15,000 രൂപയ്ക്ക് മുകളിലോട്ട് സാലറി ഉണ്ടാവും. ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് ആണെങ്കിൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് അത്യാവശ്യം ഉണ്ടായിരിക്കണം. പിന്നെ ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദൂരത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ, വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, വേറെ ജില്ലയിൽ നിന്നുള്ളവർക്കാണെങ്കിൽ ഫുഡും അക്കോമഡേഷനും ഇവിടെ ലഭിക്കുന്നതാണ്.
അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയാണ്. ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സ്ഥലം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇത് BCom മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാലറി ആണെങ്കിൽ 12,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഫ്രഷേഴ്സിന് മാത്രമുള്ള വേക്കൻസിയാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഉള്ള സാലറി അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രഷേഴ്സിന് മാത്രം മതി. അപ്പോൾ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനോ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനോ ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കുക, എവിടെയാണ് കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽസും ഒന്ന് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ തന്നിട്ടുണ്ട്. ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് അക്കൗണ്ടൻറ്റിൻ്റെ തന്നെ വേക്കൻസിയാണ്. ഇതൊരു ട്രാവൽ കൺസൾട്ടൻറ്റിൻ്റെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. അത് CA ഫിം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. CAയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ BCom വിത്ത് ടാലിയാണ്. പിന്നെ അതേപോലെ തന്നെ GST കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആണെങ്കിൽ മിനിമം ഒരു 2 വർഷം തൊട്ട് 5 വർഷം വരെയൊക്കെ എക്സ്പീരിയൻസ് അക്കൗണ്ട്സിൽ ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി ആണെങ്കിൽ 30,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് സാലറി അവർ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക. അതിനുശേഷം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന വേക്കൻസിയാണ് ഹെവി ഡ്രൈവറിൻ്റെ വേക്കൻസി. അപ്പോൾ ഇതൊരു ട്രിവാൻഡ്രത്തുള്ള ഒരു കോളേജ് ബസ്സിലേക്കുള്ള ഡ്രൈവറിനെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഹെവി ലൈസൻസ് ഉള്ളവർക്കാണ് ഇത് പറ്റുക. സാലറി ആണെങ്കിൽ 18,000 രൂപയ്ക്ക് മുകളിലോട്ട് സാലറി ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വയസ്സ് പറഞ്ഞിരിക്കുന്നത് 50 വയസ്സിന് താഴെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 50 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ബാക്കി കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രം ഇഞ്ചക്കൽ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. അവിടെ പ്രവർത്തിച്ച് വരുന്ന ഒരു വലിയൊരു ഷോറൂമിൻ്റെ ഗോഡൗണിലേക്കാണ് ബോയിയെ ആവശ്യമായിട്ടുള്ളത്. അത് ഹെൽപ്പർ അങ്ങനെയുള്ള ഇതിലായിരിക്കും, ഷെൽഫ് ബോയ്സ് അങ്ങനെയുള്ള ഇതിലായിരിക്കും ഇതിന് വേക്കൻസി ഉള്ളത്. ഫ്രഷേഴ്സ് ആയാലും എക്സ്പീരിയൻസ് ആയാലും കുഴപ്പമില്ല. സാലറി ആണെങ്കിൽ 15,000 രൂപ തൊട്ടാണ് സാലറി വരിക. പിന്നെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലേക്കോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രത്യേക സ്ഥലങ്ങളിലേക്കോ പ്രത്യേക ജോലിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. കൂടുതൽ എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതിൽ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾ അതിൽ ജോയിൻ ആവുന്നതായിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.